തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ഇളങ്ങവം ഭദ്രകാളി ക്ഷേത്രമുറ്റം യജ്ഞവേദി സമ്മാനമായി. ഇളങ്ങവത്ത് കാവിലമ്മയ്ക്ക് നൂറുകണക്കിന് ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തി. ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും യജ്ഞവേദിയായി ഇളങ്ങവം ശ്രീ ഭദ്രകാളി ക്ഷേത്രമുറ്റം മാറി. ആദിപരാശക്തിയെ സ്വന്തം അമ്മയായി സങ്കല്പിച്ച് നൂറുകണക്കിന് ഭക്തർ ഒരേ മനസ്സോടെ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. സങ്കീർണമായ തന്ത്രശാസ്ത്ര വിധികൾ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ലളിതമായി പകർന്നു നൽകുന്ന ആത്മീയ അനുഭൂതിയായി ഈ പൊങ്കാല സമർപ്പണം മാറി. ശരീരമാകുന്ന മൺകലത്തിൽ പുണ്യപാപങ്ങളാകുന്ന ദ്രവ്യങ്ങൾ പ്രാർത്ഥനയുടെ അഗ്നിയിൽ വെന്തുരുക്കി ഉള്ളിലെ സകല കൽമഷങ്ങളും നീക്കം ചെയ്യുന്ന ഒരു ആത്മീയ ശുദ്ധീകരണമാണ് ഓരോ പൊങ്കാലയും. ഭക്തർ അർപ്പിക്കുന്ന നിവേദ്യം തിളച്ചു തൂവുമ്പോൾ അത് ആത്മസംതൃപ്തിയുടെയും ശുദ്ധ അമൃതപ്രസാദത്തിന്റെയും രൂപത്തിൽ ഭക്തമനസ്സുകളിൽ നിറയുന്നു. അമ്മമാരുടെ ഉള്ളിൽ ഉദിച്ചുവരുന്ന ആ മധുരമായ ആനന്ദം പ്രസാദ രൂപത്തിൽ ലോകം മുഴുവൻ പടരുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രം മേൽശാന്തി കളംപ്ലാക്കൽ ദാമോദരൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു നൽകിയതോടെയാണ് ചടങ്ങുകൾക്ക് ഭക്തിനിർഭരമായ തുടക്കമായത്. ഭരണിനാളിൽ വൈകിട്ട് ഭക്തിസാന്ദ്രവും ദർശന പ്രാധാന്യമുള്ളതുമായ കളമെഴുത്തും പാട്ടും, തിരുവാതിരക്കളി, ജ്ഞാനപോഷിണി, സനാതനധർമ്മ പാഠശാല വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഭജന എന്നിവ ക്ഷേത്രം മുറ്റത്തെ ധന്യമാക്കും. ഉത്സവത്തിന്റെ 4ാം ദിവസമായ ചൊവ്വാഴ്ച ശീതങ്കൻ തുള്ളലും ഐതിഹ്യപ്പെരുമ വിളിച്ചോതുന്ന മുടിയേറ്റും നടക്കും. 5ാം ദിവസമായ ബുധനാഴ്ച രാവിലെ ഭക്തിനിർഭരമായ പൂമൂടലും വൈകിട്ട് ദർശന പ്രാധാന്യമുള്ള വലിയ ഗുരുതിയോടും കൂടി ചടങ്ങുകൾ സമാപിക്കും. ക്ഷേത്രം തന്ത്രി മനപ്പാട്ട് ഇല്ലത്ത് ജയരാജ് ഇളയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.